ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും ഹ്യൂഗോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹ്യൂഗോ ടെക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്ന ഒരു ടെക്കാണ്. അതായത് നമ്മളെന്ന ഒരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ കേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു യന്ത്ര മോഡൽ സംഭവം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ യന്ത്രം പിള്ളേർക്കൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നും. കാരണം നമ്മളെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്ത് നമ്മളെ റെയിൻബോ മഴവിൽ ഉണ്ടാവാറുണ്ട്. ഈ മഴവിൽ 7 കളറാണെന്നും ആ ഒരു 7 കളർ നമ്മളിങ്ങനെ പ്ലസ് ആയിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ റൗണ്ടിൽ കറങ്ങിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതൊരു വൈറ്റ് കളറായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനി മോട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മിനി മോട്ടറിൻ്റെ കൂടെ ഒരു വയറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വയർ ഫിറ്റ് ചെയ്യുന്നില്ല. മിനി മോട്ടറിൻ്റെ കൂടെ നീളത്തിൽ ഇങ്ങനെ ഒരു വയറുണ്ട്. നീളത്തിൽ വയറുണ്ടായതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിനി മോട്ടർ എടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും വസ്തു, ഇത് ഉയരം കൂടിയ ചെറിയ എന്തെങ്കിലും വസ്തു, ഇത് ഞാനൊരു ചെറിയൊരു വസ്തുവാണ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ ഗൈസ്, ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മരത്തിൻ്റെ ഒരു പീസും വേണം. സോ ഞാൻ ഈ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ പീസൊന്നും വേണ്ട. സോ നമുക്ക് എന്തായാലും നോക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസും നമ്മുടെ മിനി മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിനി മോട്ടറിൻ്റെ താഴ് ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തലക്കിലായിട്ട് ഏറ്റവും തലക്കിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു മരപ്പീസിൻ്റെ ഏറ്റവും ഏറ്റവും തലഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഒരു മിനി മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏറ്റവും തലക്കൽ, അതായത് ഈ തലക്കലും ഈ തലക്കലുമായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ മിനി മോട്ടറുണ്ട്. കുറച്ച് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് ബാറ്ററി ഫിറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം. നമുക്കിത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നിൽ കാണുന്ന ഈ ഒരു വയർ, അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ ഗൺ ആക്കിയിട്ട് ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നേരായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് അല്ലെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു റൗണ്ടിലൊരു വൃത്തനം വരച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡിനെ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഈ മോട്ടറിന് താങ്ങാവുന്ന രീതിയിൽ എത്രത്തോളം ചെറുതായിട്ട് താങ്ങുന്നു അത്രത്തോളം ചെറുതായിട്ട് താങ്ങാൻ അല്ല CD ഒക്കെ എടുക്കണം. CD എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടുതലാണ്. നമുക്ക് വളരെ സ്പീഡ് കറങ്ങുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഈ റൗണ്ടിൽ എന്ത് ചെയ്യണം, മുറിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ റൗണ്ടിൽ ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു A4 പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ആ ഒരു റൗണ്ടിൽ നമ്മളിതിങ്ങനെ എന്താ പറയുക വരച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 ഭാഗങ്ങളാക്കേണ്ടി വേണ്ടത്. കാരണം നമ്മൾ മഴവില്ലിൻ്റെ ഒരു കളർ കിട്ടണമല്ലോ. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വരക്കുന്നുണ്ട്. അതേമാതിരി വരക്കണമെന്നില്ല, എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വരക്കാം. ഇപ്പോൾ 4 എണ്ണമായി, നമുക്ക് 7 എണ്ണമാണ് വേണ്ടത്. ഇനി ഓരോന്നിൻ്റെ ഓരോരോ കളറായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കൊടുക്കണം. ആദ്യം നമ്മൾ ഒരു ഭാഗത്ത് റെഡ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത കളറിൽ ഓറഞ്ച് കൊടുക്കണം. ചില കളേഴ്സ് കൊടുക്കുന്നത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ കൊടുക്കാം. ഓക്കെ, യെല്ലോ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, യെല്ലോ കൊടുത്തു. ഇനി നമ്മൾ ഗ്രീൻ, അടുത്ത കളറിൽ ഗ്രീൻ കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പങ്കാളി ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതേപോലെ കിട്ടി. അപ്പോൾ നമ്മുടെ മെഷീൻ ഇവിടെ വർക്കായിട്ടുണ്ട്. വർക്കാക്കിയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ബാറ്ററി ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തു നോക്കലാണ്. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അവിടെ കറങ്ങുന്നുണ്ടോ നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് ഗൈസ്, ഇത് കണ്ടോ? വാ, ഇത് ശരിക്കും എനിക്ക് പുറത്തുനിന്ന് കണ്ടിട്ട് ഫുള്ള് വെള്ളമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്യാമറയിൽ നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഫുള്ള് വെള്ളമായിട്ട് തോന്നുന്നില്ല. ശരിക്കും പുറത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളയാണ്. അത് നമ്മുടെ മുൻഭാഗം നല്ല വെള്ളമായിട്ടാണ് കാണുന്നത്. സോ നമ്മുടെ മെഷീൻ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ നല്ല രസമല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു മെഷീൻ ഇവിടെ ഫുള്ളായിരിക്കുകയാണ്. നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെഷീൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. സൂപ്പറാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. കാരണം പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തുണ്ടാക്കി നോക്കുക. ചെറിയ മെത്തേഡ്സ്, അതായത് 2-3 ചെറിയ സാധനങ്ങൾ മാത്രം മതി ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ നിർമ്മിച്ച് നോക്കുക. വെറും സിമ്പിൾ തന്നെയാണ്. കണ്ടാൽ കുറച്ച് വലുതാണെന്ന് തോന്നിക്കും പോലെ സംഭവം ചെറിയൊരു സംഭവം തന്നെയല്ലോ. നമുക്ക് ചെറുതായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലത്തെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താ പറയുക, ഈ കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇതിലും നല്ല കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ.